Just most loved, most followed celebrities. നമ്മുടെ ആൾക്കാർ ഇതുപോലെ വരുന്നു, ഒരാൾ ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ പുറത്താക്കുന്നു, ഇടയുന്നു, ആര് പുറത്ത് പോകണം എന്ന് ഈ അൺസേഫ് ആയിട്ടുള്ള, അതായത് ഗെയിം മര്യാദ കളിക്കാൻ പറ്റാത്ത അൺസേഫ് ആയിട്ടുള്ള കുറച്ച് പേരെടുക്കുന്നു. അതവിടെ നിൽക്കട്ടെ, ഫസ്റ്റ് ഡേ തന്നെ ഒരാൾക്ക് 1,00,000 രൂപ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മുഹമ്മദ് നിന്ന് വരുന്ന പല പല ആൾക്കാർ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വഴക്കുണ്ടാവില്ലേ, അത് തന്നെയാണ് അവിടെ നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് ബഹളം കരച്ച് വേറൊരു പയ്യനും കൂടി ഭയങ്കര അടി നടക്കുന്നത്, ഷർട്ടൊക്കെ വലിച്ച് കീറി, ബനീനൊക്കെ വലിച്ച് കീറി. ഇതൊന്നും ഇഷ്ടമല്ല, ഇതെല്ലാം തല്ലി പൊട്ടിക്കുക. അതിനുള്ളിൽ സേഫ് കാർഡ് കിട്ടും. ഈ ഉള്ളിൽ തന്നെ വേറൊരു റൂം ഉണ്ടാവും, ആ റൂമിൽ പോയിട്ട് എല്ലാവരും കൂടി ഇരിക്കുക. റൂം എന്ന് പറഞ്ഞാൽ ഇരുട്ട് റൂമൊന്നല്ല, 50 പേരിൽ ഒരാൾ പോയി 49 പേര്, അതിൽ 11 പേര് മാത്രമാണ് ഡേഞ്ചർ സോണിൽ വന്നിരിക്കുന്നത്. ബാക്കിയുള്ളവരുണ്ടല്ലോ, ഇങ്ങനെ കോമഡിയൊക്കെ ഉണ്ട്, അവിടെ ചിരിക്കുന്നുണ്ട്, ഇടയ്ക്കുണ്ടല്ലോ അവിടെ രാജസ്ഥാനി കയറി വരുന്നുണ്ട് ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് അവർ പറഞ്ഞ കോമഡി ചിലത് മനസ്സിലാവില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഷോ വന്നിട്ടുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ടെലികാസ്റ്റ് നടക്കുന്നത് കേട്ടോ. കിടില ഷോ എന്ന് വെച്ചാൽ കിടില ഷോയാണ്. ഇപ്പോൾ ഞാൻ ഈ ഷോയെക്കുറിച്ച് പറഞ്ഞു വരുന്നത്, ഒരു പക്ഷേ നാളെ ഈ ഷോ നമ്മുടെ മലയാളത്തിലും വന്നേക്കാം. അങ്ങനെ വരുവാണെങ്കിൽ നമ്മളിപ്പോൾ ബിഗ് ബോസ് ഷോയൊക്കെ കണ്ടിട്ട് ആർക്കാണ് പൈസ വാങ്ങിച്ചു കൊടുക്കുന്നത്? അവിടെയുള്ള മത്സരിക്കുന്ന മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഓടുന്നതും വഴക്കുണ്ടാക്കുന്നതും ഒക്കെ ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ വരാൻ പോകുന്ന ഷോ ഉണ്ടല്ലോ, ഇനി നമ്മുടെ മലയാളത്തിലേക്ക് ഈ ഷോ വരുവാണെങ്കിൽ ആ ഷോ കണ്ടു കഴിഞ്ഞാൽ ആ പൈസ കിട്ടുന്നത് നമുക്കാണ്. നമ്മളെപ്പോലെയുള്ള ഓരോ പ്രേക്ഷകർക്കാണ് ആ പൈസ കിട്ടുന്നത്. അത് ഈ 5ഉം 10 അല്ല, ലക്ഷങ്ങളാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു ഷോ മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണില്ലേ? ഉറപ്പായിട്ടും കാണും. അപ്പോൾ മലയാളത്തിൽ വരുന്നതിന് മുമ്പ് ആ ഷോ എന്താണെന്നും എങ്ങനെയാണെന്നും അറിഞ്ഞിരിക്കേണ്ടേ? ആ ഷോയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഒരു 50 ദിവസത്തേക്ക് മാത്രമാണ് ഈ ഒരു ഷോ ഉണ്ടാവുന്നത്. മതി, 100 ദിവസമൊന്നും വേണ്ട, 50 ദിവസം മതി. 50 ലക്ഷം രൂപ കിട്ടുമല്ലോ. ഓരോ ദിവസം 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, പല റേഞ്ചിലാണ് കേട്ടോ ഈ ഒരു എമൗണ്ട് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പ്രേക്ഷകർക്ക് കിട്ടുന്നത്. നമ്മൾ അവിടെയുള്ള മത്സരത്തെ സപ്പോർട്ട് ചെയ്യുക, പൈസ മേടിക്കുക. അപ്പോൾ ഞാൻ ഷോയെക്കുറിച്ച് പറയട്ടെ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് നാളെ മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഷോയെക്കുറിച്ച് അറിഞ്ഞിരിക്കണ്ടേ, നിങ്ങൾക്ക് മത്സരിക്കണ്ടല്ല, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണ്ടേ, സപ്പോർട്ട് ചെയ്ത് പൈസ മേടിക്കണ്ടേ. ഈ ഷോ എന്താണെന്ന് അറിയാം. ഷോയെക്കുറിച്ച് ഞാൻ പറയാം. ദി 50 എന്നാണ് ഈ ഒരു റിയാലിറ്റി ഷോയുടെ പേര്. 50 പേര് മത്സരിക്കുന്നുണ്ട്. 50 ദിവസം മാത്രമാണ് ഈ ഷോ ഉണ്ടാവുന്നത്. കിടിലമാണ് കേട്ടോ, നല്ല രസമാണ്. നമ്മുടെ ബിഗ് ബോസ് ആണ് ഈ ഓരോ ഷോ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ദ 50 എന്ന് പറഞ്ഞ ഷോയിൽ ലയൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഷോ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. ഈ വ്യക്തിയാണ് ഈ ഷോ കൺട്രോൾ ചെയ്യുന്നത്. വഴക്കുണ്ടാക്കുക, കണ്ടന്റ് ഉണ്ടാക്കുക, ഇടിപിടിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല കേട്ടോ. അഥവാ ആരെങ്കിലും ആവശ്യമില്ലാണ്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ പുറത്താക്കും ലയൺ. അപ്പം തന്നെ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു വാണിങ്ങോ അതൊന്നുമില്ല. കയ്യേറ്റം നടത്തിയിട്ടുണ്ടോ, വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ, അപ്പം പറഞ്ഞു വിടും. അല്ലാതെ അവിടെ പിടിച്ചെടുത്തുന്ന പരിപാടിയൊന്നുമില്ല. എനിക്കിതിൽ പ്രത്യേകം തോന്നിയത്, നമ്മൾ സാറ്റർഡേ സൺഡേ ലാലേട്ടൻ വരുമ്പോഴാണല്ലോ ഇങ്ങനെ ആകാംക്ഷപൂർവ്വം നിൽക്കുന്ന, ദൈവം ഇന്ന് ആരായിരിക്കും പുറത്തു പോകുക അങ്ങനെയല്ലേ. പക്ഷെ ഇതങ്ങനെയല്ലെന്നേ. ഇത് എല്ലാ ദിവസവും നമ്മളിങ്ങനെ ടെൻഷനിലേക്കണം. ആരായിരിക്കും പോവുക? ഒരാൾ പോകും, ഒരാൾ ഉറപ്പായിട്ട് എല്ലാ ദിവസവും പോകും. അപ്പോൾ ആരായിരിക്കും പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നിൽക്കും. ഇയാളായിരിക്കും ആരാണെന്നുള്ളത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നും ആയിരിക്കില്ല പോകുന്നത്. അതൊക്കെ ഗെയിമിൽ തന്നെ, ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നല്ല രസമാണ് കേട്ടോ ആ ഷോ കണ്ടുകൊണ്ടിരിക്കാൻ. ഞാൻ ഇപ്പോൾ ഒരു 10-22 എപ്പിസോഡ് കഴിഞ്ഞു. ആദ്യത്തെ ഒരു 5 എപ്പിസോഡിനെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ടെലികാസ്റ്റിംഗ് നടക്കുന്നത്. ബിഗ് ബോസിന് പകരമുള്ള ഒരു കിടിലൻ ഷോയാണ്. പുറംലോകമായിട്ട് ഒരു ബന്ധമില്ലാതെ ഒരു 50 പേര് വീടിനകത്ത് താമസിക്കുന്നു. ഇതിപ്പോൾ ഹിന്ദിയിലാണ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇതൊരു ഫ്രഞ്ച് ഷോയാണ് കേട്ടോ. സ്പാനിഷ് ഭാഷയിൽ അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹിന്ദിയിൽ തുടങ്ങിയിരിക്കുകയാണ്. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ, നാളെ മറ്റന്നാളല്ല, ഇനിയുള്ള കാലങ്ങളിൽ ഇനി അത് മലയാളത്തിലേക്ക് വന്നേക്കാം വരും. മറ്റുള്ള ഭാഷയിൽ തമിഴിൽ വരും, തെലുങ്കിൽ വരും, എല്ലാ ഭാഷയിലും ഇനി നമുക്ക് ഈ ഒരു ഷോയെ കാണാം. നോ റൂൾസ് എന്ന് പറയുന്ന ടാഗ് ലൈനോട് കൂടി തുടങ്ങിയ ഈ ഷോയെ ഓരോ മത്സരാർത്ഥികളും മത്സരിക്കുന്നത് അവരുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അവർ പിന്തുണയ്ക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ബിഗ് ബോസ് എന്ന് പക്ഷേ ലയൺ ആണല്ലോ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ബിഗ് ബോസ് ആണെങ്കിൽ ഇവിടെ ലയൺ ആണ് കേട്ടോ. ലയൺ ഇടക്കിടക്ക് വീട്ടിലേക്ക് വരും. നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ സൗണ്ട് മാത്രമല്ലേ നമ്മൾ കേൾക്കുന്നത്. ഇത് അങ്ങനെയല്ല, ലയൻ്റെ സൗണ്ടും കേൾക്കും. ലയനാണെങ്കിൽ വരുവാണ്. ഇടയ്ക്ക് വീട്ടിൽ വരും, ഇടയ്ക്ക് ഗാർഡൻ ഏരിയയിൽ വരും, ഇടയ്ക്ക് ടാസ്ക് നടക്കുന്ന ഏരിയയിൽ വരും. അങ്ങനെ പ്രത്യേകിച്ച് പുള്ളിക്ക് സ്ഥലമൊന്നുമില്ല. പുള്ളി എവിടെ വേണമെങ്കിലും വരും. പുള്ളി വന്നേക്ക് മുമ്പ് നല്ല രസമാണ്. 2 ഒരു മുയലല്ലല്ലോ എന്നൊക്കെ തോന്നുന്നു,
മറ്റേ ചെന്നായിയാണെന്ന് തോന്നുന്നു. ചെന്നായുടെ തല വെച്ച് രണ്ട് പെണ്ണുങ്ങളാണ്, രണ്ട് ലേഡീസ് വരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലയൺ വരുന്നത്. ലയൺ വരുമ്പോൾ ഒരു ലയൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. നമ്മുടെ ബിഗ് ബോസ് വീടിനെ പോലെ തന്നെ വലിയ വീട്, രാജകീയമായിട്ടുള്ള ഒരു പാലസ് പോലത്തെ വലിയൊരു വീട് കേട്ടോ. ഇവിടെയാണ് ഈ 50 പേര് നമ്മളെ ഒരു 10-22 പേരെന്ന് പറയുമ്പോൾ തന്നെ മൊത്തം നിറഞ്ഞു നിൽക്കും. അപ്പോൾ 50 പേരിൻ്റെ കാര്യം പറയണം. മൊത്തം കല എന്താ അവിടെ നടക്കുന്നത്. ഈ ഷോയിൽ തുടക്കം തന്നെ ഒരാൾ പോയി 50 പേരെ വിളിച്ച് നിർത്തി ഗാർഡൻ ഏരിയയിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് ലയൻ കേട്ടോ. ലയൻ ഇങ്ങനെ വരുന്നു, 50 പേരെയും നിർത്തി ഫസ്റ്റ് ഡേ കേട്ടോ. ഫസ്റ്റ് ഡേ തന്നെ ഒരാൾ പുറത്തായിട്ടുണ്ട്. ടാസ്കൊക്കെ കൊടുത്തു. ടാസ്ക് കളിച്ചാണ് അവൾ പുറത്ത് വന്നത്. പക്ഷേ ഇത് ആദ്യ ദിവസം തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അൺഫെയർ എവിക്ഷനാണ് കേട്ടോ. അൺഫെയർ എവിക്ഷനാണ് നടത്തിയിരിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തി അല്ലായിരുന്നു പോവേണ്ടത്. പേരൊക്കെ ഞാൻ പഠിച്ചു വരുന്നുള്ളൂ, ഒരുമാതിരി പേരൊക്കെയാണ്. ആ വ്യക്തി അല്ലായിരുന്നു പോകേണ്ടത്. ചെറിയൊരു പയ്യനാണ്, അവനെല്ലായിരുന്നു പോവേണ്ടിരുന്നത്. വേറൊരു ലേഡി ഉണ്ട്, കൽപ്പന അങ്ങനെ എന്തോ പറഞ്ഞൊരു ലേഡി ഉണ്ട്, അവരാണ് പോവേണ്ടിയിരുന്നത് എനിക്ക് പേഴ്സണൽ തോന്നി. കാരണം അവർ ടാസ്കും കളിച്ചില്ല, ഒന്നും കളിച്ചില്ല. ഒരു എന്തോരം തവണ റീ അറ്റംപ്റ്റ് നടത്തിയാണ് അവർ ആ ടാസ്ക് ഒന്ന് ഫിനിഷ് ചെയ്തത്. പക്ഷേ ടീം ലീഡേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള 5 പേരല്ലേ, അവരുടെ ഒരു പാർഷ്വാലിറ്റി ആണ്, അല്ലെങ്കിൽ അവർ ഭയക്കുന്നുണ്ടാവും. ഈ പയ്യൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു വെല്ലുവിളിയാണെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം തുടക്കം തന്നെ അവൻ അങ്ങോട്ട് പുറത്താക്കി. അവൻ എക്സിറ്റായി, അവൻ ഔട്ടായി, എലിമിനേറ്റായി. 50 പേരെ നിർത്തിയിട്ട് ലയൻ പറയും ഇതിൽ ഒരാളിന്ന് പുറത്തു പോകും. ഒരു ടാസ്ക് ഉണ്ട്. ടാസ്ക് ആദ്യം നമ്മുടെ ബിഗ് ബോസിൽ നടക്കുന്ന ടാസ്ക് ഇല്ലേ, അതേപോലെ തന്നെ ടാസ്കുകളാണ് കേട്ടോ. ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഇങ്ങനെ അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിലൂടെ നടന്ന് പിന്നെ അടുത്തൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിലൂടെ നടന്ന് പിന്നെ കിടന്ന് വല ഇങ്ങനെ നമ്മൾ ഗാർഡൻ ഏരിയയിൽ ഒരു വല പോലെ നെറ്റ് പോലെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിലൂടെ ഇങ്ങനെ കിടന്ന് നീന്തി കിടക്കുക. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ കിടന്ന് അത് കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് പോയി മണി അടിക്കുക. പിന്നെ അവിടെ കുറച്ച് ഇത് വെച്ചിട്ടുണ്ടാകും, ചെയേഴ്സ് ഉണ്ടാവും. ആ ചെയേഴ്സിൽ പോയി ഇരിക്കുക. കുറച്ച് പേര് സേഫ് ആവും, കുറച്ച് പേര് അൺസേഫ് ആവും. 10 പേരടങ്ങുന്ന 5 ടീം വെച്ചിട്ട് തിരിക്കും. അത് 5 ടീം ലീഡേഴ്സും ഉണ്ടാകും. ഈ ടീം ലീഡേഴ്സാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കൺട്രോൾ ചെയ്യുന്നത്. അവസാനം ഒരാളെ പുറത്താക്കാൻ പറയും. അൺസേഫ് ആയ കുറച്ച് പേരുണ്ടല്ലോ, ഈ അൺസേഫ് ആയിൽ നിന്ന് ഒരാളെ പുറത്താക്കാനായിട്ട് ഈ ടീം ലീഡേഴ്സിനോട് ആലോചിച്ച് തീരുമാനിക്കാൻ പറയും. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എൻട്രിക്ക് മുമ്പ് ഒരു ടാസ്ക് ഉണ്ട്. ഈ എൻട്രി ടാസ്കിൽ ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്തൊരു ലേഡി ഉണ്ട്. എനിക്ക് തോന്നുന്നു കൽപ്പന എന്നാണ് ആ ലേഡിയുടെ പേര്. ആ ലേഡി ആയിരുന്നു ആ ദിവസം പുറത്ത് പോകേണ്ടിയിരുന്നത്. പക്ഷേ ഫസ്റ്റ് ഡേ പുറത്ത് പോകേണ്ടിരുന്നത്. പക്ഷേ ഈ ടീം ലീഡേഴ്സ് എല്ലാവരും കൂടി ഒരു പാർഷ്വാലിറ്റി എനിക്കവിടെ ഫീൽ ചെയ്തു. അവരെല്ലാവരും കൂടി തീരുമാനിച്ച് ഒരാളെ പുറത്താക്കി. ഒരു പയ്യൻ, ഈ ഒരു പയ്യനുണ്ട് പാവം. ഇവന് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവനുണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാൻ കേട്ടോ. പക്ഷേ അവന് വീടിനകത്ത് പോലും കയറാൻ പറ്റില്ല. ഗാർഡൻ ഏരിയയിൽ നിന്നിട്ട് കണ്ടിട്ട് പോവേണ്ടി വന്നു. ഒരാൾ ഫസ്റ്റ് ഡേ തന്നെ ഒരാൾ പുറത്തു പോയി. എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ഈ ഒരു ഷോ? നമ്മുടെ മലയാളത്തിലാണ് വരുന്നുണ്ടെങ്കിൽ ആലോചിക്കുക. നമ്മുടെ സെലിബ്രിറ്റീസ്, നമ്മുടെ ആൾക്കാർ ഇതുപോലെ വരുന്നു. ഒരാൾ ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ പുറത്താക്കുന്നു. 10 പേര് അടങ്ങുന്ന 5 ടീം. ഇതിൽ നിന്നും ടീം ലീഡേഴ്സ് ഗെയിം കളിക്കുന്നു. ടീം ലീഡേഴ്സ് ഡിസൈഡ് ചെയ്യുന്നു ആര് പുറത്തു പോകണമെന്ന്. ഈ അൺസേഫ് ആയിട്ടുള്ള, അതായത് ഗെയിം മര്യാദക്ക് കളിക്കാൻ പറ്റാത്ത അൺസേഫ് ആയിട്ടുള്ള കുറച്ച് പേരെടുക്കുന്നു. ആ കുറച്ച് പേരിൽ നിന്ന് ഒരാൾ പുറത്താക്കുന്നു. ഫസ്റ്റ് ഡേ തന്നെ എന്താ പറയുക, വീടിനകത്ത് കയറാൻ പറ്റാതെ ഒരാൾ പുറത്തു പോകുന്നു. കിട്ടില്ലായിരിക്കില്ല ഇങ്ങനത്തെ ഗെയിം. നമ്മുടെ മലയാളത്തിൽ വരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ആൾക്കാർ ഇതിപ്പോൾ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒരുപാട് തോന്നാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഫെമിലിയർ അല്ലാത്ത ഫേസസ് ആണ് അവരുടെ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അധികം ഇൻട്രസ്റ്റ് തോന്നാത്തത്. ഇൻ കേസ് നമ്മുടെ ആൾക്കാരാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇതുപോലെ കളിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക, എന്ത് അടിപൊളിയായിരിക്കും. അതവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് ഡേ തന്നെ ഒരാൾക്ക് 1 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മുഹമ്മദ് എന്നെന്തോ പേര്, നിസാം മുഹമ്മദോ. ഈ ഒരു എവിക്ഷനോട് കൂടിയിട്ടാണ് കേട്ടോ ഫസ്റ്റ് എപ്പിസോഡ്, ആദ്യത്തെ ദിവസത്തെ ഇത് കഴിയുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ആണെങ്കിൽ കഴിഞ്ഞ ദിവസം എവിക്ഷൻ നടത്തിയില്ലേ, ആ ഒരു അൺഫെയർ എവിക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുള്ള അടി, വഴക്ക്, ബഹളം ഇതൊക്കെയാണ് രണ്ടാമത്തെ ദിവസം നടക്കുന്നത്. പക്ഷെ വഴക്ക് ഉണ്ടാക്കണം എന്നുള്ളതോ അവിടുത്തെ ഒരു കണ്ടന്റ് അല്ല കേട്ടോ. പക്ഷെ അവിടെ ഓട്ടോമാറ്റിക്കലി പല ഫാമിലിയിൽ നിന്ന് വരുന്ന പല ആൾക്കാർ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വഴക്കുണ്ടാവില്ലേ, അത് തന്നെയാണ് അവിടെ നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്, ബഹളം, കരച്ചിൽ ഇതൊക്കെ രണ്ടാമത്തെ ദിവസം നടക്കുന്നുണ്ട്. എന്തിനാണ് ആ പയ്യനെ പുറത്താക്കിയ, പിന്നെ ഉർവശി എന്നാണ് കേട്ടോ മറ്റേ ലേഡിയുടെ പേര്, കൽപ്പന എന്നല്ല. ഉർവശിനെ പുറത്താക്കിയാൽ പോരായിരുന്നോ, എന്തിനാണ് ആ പയ്യനെ പുറത്താക്കിയത് എന്ന് പറഞ്ഞുള്ള ടീം ലീഡേഴ്സിനെതിരെ എത്തിയിരിക്കുകയാണ് കുറച്ച് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ്. ഇങ്ങനെ വഴക്കിട്ടും ബഹളം വെച്ചു ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് വരുന്നു ലയൻ വരുമ്പോൾ ചെറിയൊരു മ്യൂസിക് ഒക്കെ ഉണ്ട് കേട്ടോ. ലയൻ്റെ സൗണ്ടും മ്യൂസിക്കൊക്കെ ഉണ്ട്. ലയൻ വരുന്നു, ഒരു ടാസ്ക് കൊടുക്കുകയാണ്. ഗാർഡൻ ഏരിയയിലെ ടാസ്ക് എടുക്കുന്നത് ബ്ലൂ, ഗ്രീന്, റെഡ് അങ്ങനെ 3 കളേഴ്സ് കൊടുക്കുന്നുണ്ട്. കാർപ്പറ്റൊക്കെ വരച്ചിട്ടുണ്ട്. ഗ്രീനിൽ ഓരോ കളേഴ്സ് കാണിക്കും ഇതേപോലെ. അപ്പോൾ ആ കളർ കാണിക്കുമ്പോൾ ആ കളർ ഉള്ള ടീമുകാർ
ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം, എക്സസൈസ് ചെയ്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു സമയത്ത് ഇടി നടക്കുന്നുണ്ട്, ഈ ഒരു ടാസ്ക് കഴിയുമ്പോൾ ഇടി നടക്കുന്നുണ്ട്. പാകൽ പാകൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടീം മറ്റൊരാളെയൊക്കെ കളിയാക്കുന്നത്. പാകൽ പാകൽ എന്ന് വെച്ചാൽ മണ്ടൻ മണ്ടൻ അങ്ങനത്തെ ഒരു രീതിയിൽ അങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. മണ്ടൻ മണ്ടൻ എന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെടാതെ രജിത്തർ എന്ന് പറഞ്ഞിട്ടുള്ള ആളും പിന്നെ വേറൊരു പയ്യനും കൂടി ഭയങ്കര അടി നടക്കുന്നത്. ഷർട്ടൊക്കെ വലിച്ച് കീറി, ബനീനൊക്കെ വലിച്ച് കീറി വലിയൊരു വഴക്കാണ് നടക്കുന്നത്. ഇതിലതിനൊന്നും ഇടപെടുന്നില്ല, അതിനകത്തൊന്നും ലൈൻ ഇടപെട്ടിട്ടില്ല കേട്ടോ. അത് നടക്കട്ടെ. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ മറ്റേ പ്രേക്ഷകന് പൈസ കിട്ടണ്ടേ, 1 ലക്ഷം രൂപയാണ് സുഹൈൽ മുഹമ്മദ് നിസാം എന്ന് പറയുന്ന ഉത്തരാഖണ്ഡ് സ്വദേശിയായിട്ടുള്ള ഈ ഒരു വ്യക്തിക്ക് കിട്ടുന്നത്. 1 ലക്ഷം രൂപയാണ് കേട്ടോ ഈ ആഴ്ചയിൽ. ഫസ്റ്റ് ലഖ്പതി എന്ന് പറയുന്നത് ലക്ഷപതി എന്ന് പറഞ്ഞിട്ട് ഇതാ സുഹൈലിന് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. രണ്ടാമത്തെ ദിവസം ആദ്യത്തെ 1 ലക്ഷം രൂപ കിട്ടി. മൂന്നാമത്തെ ദിവസം കേട്ടോ, മൂന്നാമത്തെ ദിവസം അറീനയിലേക്ക് വരാൻ പോവാണ്. അതായത് നമ്മൾ ടാസ്ക് കളിക്കുമ്പോൾ ടാസ്ക് ആക്ടിവിറ്റി ഏരിയ എന്ന് പറയില്ല, അതേപോലെ അവിടെ വരാൻ പറയാണ്. കുറച്ച് കാർഡുകൾ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. അതിൽ ചിലതൊക്കെ ബ്ലാങ്ക് ആയിരിക്കും, ചിലതിൽ ലയൻ്റെ ഫോട്ടോ ഉണ്ടാവും, പിക്ചർ ഉണ്ടാകും, ഫേസ് ഉണ്ടാകും. ഇവിടെ കുറേ ഇതുണ്ട്, എന്താ ഫർണിച്ചേഴ്സ് ഉണ്ട്. എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഇതെല്ലാം തല്ലി പൊട്ടിക്കാം. അതിൻ്റെ ഉള്ളിൽ സേഫ് കാർഡ് കിട്ടും. ഈ സേഫ് ആകാം, ബാക്കിയില്ലാത്ത പോകും. ഡെയിലി ഒരാൾ പോകുമല്ലോ, ആരെങ്കിലുമൊക്കെ കളയണ്ടേ, എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. ഇപ്പോൾ അവിടെയുള്ള ഫർണിച്ചേഴ്സ് എല്ലാം തല്ലി പൊട്ടിക്കാനാണ് കേട്ടോ ലയൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 5 പേര് വെച്ചിട്ടാണ് വരണ്ടേ. അപ്പോൾ ലയൻ്റെ ഫേസുള്ള ആ ഒരു കാർഡ് ഇങ്ങനെ ലയൻ എറിഞ്ഞു കൊടുക്കുമ്പോൾ കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു 5 പേര് ആദ്യം പോയി മത്സരിക്കുകയാണ്. അതിൻ്റെ ഇടയിലും കള്ളത്തരങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഗ്രൂപ്പീസ് നടക്കുന്നുണ്ട്. കാർഡൊക്കെ എടുത്ത് ഒളിപ്പിച്ചൊക്കെ ചെയ്ത് അവിടെ ഉണ്ടെന്ന് കൊടുക്കുന്നു, കാർഡ് കൊണ്ടുപോയി കൊടുക്കുന്നു. ആരുമല്ല ലയൻ വലിയ കാര്യമാക്കുന്നില്ല, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കളിച്ചോ. ടാഗ് ലൈനിൽ പറയുന്ന പോലെ തന്നെ നോ റൂൾസ്. ഫർണിച്ചേഴ്സ് ഒക്കെ ചവിട്ടി പൊട്ടിച്ച് അടിച്ച് പൊട്ടിച്ച് കാർഡ് സേഫ് കാർഡ് മേടിക്കുന്നു. 11 പേര് സേഫ് ആവൂല. 11 പേര് നേരെ ഡേഞ്ചറസ് സോണിൽ പോകണം. ഡേഞ്ചറസ് സോൺ എങ്ങനെയാണെന്ന് അറിയോ? പാലസിന്റെ അവിടെ ഉള്ളിൽ തന്നെ വേറൊരു റൂം ഉണ്ടാവും. ആ റൂമിൽ പോയിട്ട് എല്ലാവരും കൂടി ഇരിക്കുക. റൂം എന്ന് പറഞ്ഞാൽ ഇരുട്ട് റൂമൊന്നല്ല, ഇങ്ങനെ കൊട്ടാരം പോലെ തട്ടിപ്പൊളി റൂമാണ്. അവിടെ എല്ലാവരും കൂടി ഇരിക്കുന്നു, വർത്താനം പറയുന്നു, കളിക്കുന്നു. അതിൽ നിന്നും 2 പേര് പോകും, 2-3 പേര് പോകും. 50 പേരിൽ ഒരാൾ പോയി 49 പേര്. അതിൽ 11 പേര് മാത്രമാണ് ഡേഞ്ചറസ് സോണിൽ വന്നിരിക്കുന്നത്. ബാക്കിയുള്ളവരുണ്ടല്ലോ, ബാക്കിയുള്ള 38 പേരുണ്ട്. ഈ 38 പേര് ഫോൺ വെച്ചിട്ടുണ്ട് അവിടെ. ഈ ഫോണിൽ നിന്ന് വോട്ട് ചെയ്യണം. വോട്ട് ചെയ്തിട്ട് സേഫ് ആക്കണം. നമുക്കൊരാളെ സേഫ് ആക്കണമെന്നുണ്ടെങ്കിൽ അവരെ വോട്ട് ചെയ്ത് അവരെ സേഫ് ആക്കുക. അടിപൊളിയല്ലേ? അങ്ങനെ അവർ ഓരോരുത്തരായിട്ട് വരുന്നു, അവരവരുടെ പേരുള്ള ഫോൺ എടുക്കുന്നു, വോട്ട് ചെയ്യുന്നു, സേഫ് ആക്കുന്നു. അത് കഴിഞ്ഞ് ലൈൻ എല്ലാവരെയും ബാക്കിയുള്ള 11 പേരെയും വീടിനകത്തേക്ക് വിളിച്ചു വരുത്തുന്നു. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരിങ്ങനെ സേഫാക്കി കൊണ്ടുവരുന്നു. വോട്ട് ആർക്കൊക്കെ കിട്ടി നോക്കിയിട്ട് സേഫാക്കി കൊണ്ടുവന്ന് അതിൽ നിന്ന് 3 പേര് മാത്രമാകും. ലാസ്റ്റ് 2 പേര് പുറത്തു വിടും. ഒരു ലേഡിയും ഒരു പയ്യനും പുറത്തായി. 4ാമത്തെ ദിവസം ടാസ്ക് ആണ് തുടങ്ങുന്നത്. ഈ ടാസ്ക് കളിച്ചിട്ട് വേണമല്ലോ അടുത്ത ആളെ പുറത്താക്കണ്ടേ. അപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ ടാസ്ക് ആണ്, വേറെ ഫോർമാലിറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മളെ കാണിക്കുന്നില്ല എപ്പിസോഡിൽ. ലൈവ് ഇല്ല അതിൻ്റെ. അതുപോലെ ടാസ്ക് വെക്കുന്നു. ഗാർഡൻ ഏരിയയിലാണ്. ഓരോരുത്തർ 1 ബൈ 1 ആയിട്ടാണ്. ആദ്യം ലയൻ തന്നെ തീരുമാനിക്കും, ഒരാൾ വരാൻ പറയും. ഇങ്ങനെ കോമഡിയൊക്കെ ഉണ്ട്, അവിടെ ചിരിക്കുന്നുണ്ട്. ഇടയ്ക്കുണ്ടല്ലോ അവിടെ രാജസ്ഥാനി കയറി വരുന്നുണ്ട് ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് അവർ പറഞ്ഞ കോമഡി ചിലത് മനസ്സിലാവില്ല. പ്യുവർ ഹിന്ദി അല്ല, ഇടയ്ക്ക് രാജസ്ഥാനി കയറി വരുന്നുണ്ട്. എന്നാൽ അർച്ചന എന്നോ അങ്ങനെ എന്താ പറഞ്ഞ ഒരു ലേഡിയാണ് ആദ്യം ടാസ്ക് ചെയ്യുന്നത്. അവിടെ കോമഡിയൊക്കെ വരുന്നുണ്ട് കുറച്ച്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഗാർഡൻ ഏരിയയിൽ ഒരു പ്രത്യേക ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകും. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടാവും. നമ്മൾ അകത്തുനിന്ന് ഓരോരുത്തരായിട്ട് വന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് എടുക്കുക, വായിക്കുക, അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് മൈൻഡിൽ വെക്കുക. അത് കഴിഞ്ഞ് ആ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ഇങ്ങനെ ലൈൻ ഇങ്ങനെ കറക്കും. ലൈനല്ല, അത് ഓട്ടോമാറ്റിക് അത് കറങ്ങിയിട്ട് നല്ല സ്പീഡായിട്ടാണ്, ചിലപ്പോൾ തലയൊക്കെ കറങ്ങി വീഴും. അത് കറങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസർ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. ആൻസർ എന്താണെന്ന് വെച്ചാൽ ഒരു കാർഡിനെ കുറിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ അവിടെ കുറേ മൃഗങ്ങളുടെ ഫോട്ടോസ് സ്റ്റാച്ചു വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ആൻസർ എന്താണെന്നുള്ളത് പറഞ്ഞതിന് ശേഷം നമ്മളെടുത്ത ക്വസ്റ്റ്യൻ കൊണ്ടുപോയിട്ട്, ക്വസ്റ്റ്യൻ്റെ കാർഡ് ഉണ്ടാവുമല്ലോ, ആ കാർഡ് കൊണ്ടുപോയിട്ട് നമ്മുടെ ആൻസർ എന്താണോ ആ ആൻസർ പറഞ്ഞാൽ ആ മൃഗത്തിൻ്റെ നെറ്റിൽ കൊണ്ടുപോയി ഒട്ടിക്കുക എന്നുള്ളതായിരുന്നു 4ാമത്തെ ദിവസത്തെ ടാസ്ക് ഉണ്ടായിരുന്നത്. കുഴപ്പമില്ല, കളിച്ചു എല്ലാവരും. അതിൻ്റെ ഇടയിലുണ്ട് തെറ്റുത്തരമൊക്കെ പറയുമ്പോണ്ടല്ലോ, ഇവർ തെറ്റുത്തരം പറയില്ലേ, അപ്പോൾ അകത്തുള്ളവർ കൈയൊട്ടിച്ചിരിക്കും, അവർക്ക് സന്തോഷമാണ്. നമ്മളൊക്കെ എങ്ങനെയാണ് ടീമായിട്ട് കളിക്കുമ്പോൾ ബിഗ് ബോസിലൊക്കെ ഒരാൾ നല്ലോണം കളിച്ചിട്ട് മാർക്ക് മേടിക്കണം, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ അല്ലേ. ഇതങ്ങനെയല്ല, തെറ്റുത്തരം പറയുമ്പോൾ കൈയോട്ടും, അവർക്ക് സന്തോഷമാണ്. റോങ് ആൻസർ പറയുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു ഡേഞ്ചറസ് സോണിലേക്ക് പോവാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു എവിക്ഷൻ നടന്നു, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. വെറുതെ ഞാൻ പറഞ്ഞില്ല, അവിടെ കളി, ചിരി, വർത്തമാനം ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോരും നടക്കുന്നുണ്ട്. അർജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യൻ വെറുതെ ആവശ്യമില്ലാണ്ട് അവൻ വഴക്കുണ്ടാക്കി. അതിന് ഇഷ്ടപ്പെട്ടില്ല. നീ പോ എന്ന് പറഞ്ഞില്ല, എന്നെ പുറത്താക്കി. 4ാമത്തെ ദിവസം 4 പേര് പോയി.
ഡെയർ ഓർ നോ ഡെയർ എന്ന് പറഞ്ഞൊരു ഗെയിം നടക്കുന്നുണ്ട്. ഞാൻ എന്താ പറഞ്ഞില്ലേ, നമ്മുടെ ലയൻ്റെ കൂടെ രണ്ട് ഇതെന്താണ് ഇത്, മുയലല്ല, ഈ ഫോട്ടോയിൽ കാണുന്ന മുയലല്ല, എനിക്ക് തോന്നുന്നു ചെന്നായാന്നാണ്. ചെന്നായുടെ ഫോട്ടോ മാസ്ക് ഇട്ട ഇവർ വരും. ഇവരിടക്ക് ഇങ്ങനെ വീട്ടിലൊക്കെ വരും കേട്ടോ, നമ്മുടെ സ്പൈക്കുട്ടം വന്നില്ലേ അതേപോലെ വരും. വന്നിട്ട് എല്ലാവരെയും ഇങ്ങോട്ട് നോക്കും, എന്നിട്ട് ഒരാളെ പിടിച്ചിട്ട് കൊണ്ടുപോകും കൺഫെഷൻ റൂമിൽ. കൺഫെഷൻ റൂമല്ല, വേറെന്താ പേര് പറയുന്നത്, ആ റൂമിൽ കൊണ്ടുപോകും. അവിടെ ലയൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും രാജാവിനെ പോലെ. കടൽ രാജാവാണല്ലോ. കളി തമാശ ഒക്കെ ഉണ്ട് അവിടെ. പഞ്ച് വയ്ക്കുന്നുണ്ട്. ഇടയ്ക്ക് സെലിബ്രിറ്റീസൊക്കെ വരും, അവരായിട്ട് പഞ്ച് പിടിക്കുക. അങ്ങനെ ആ ഒരു 5ാമത്തെ ദിവസത്തെ ടാസ്ക് അങ്ങനെ പോകുന്നു. അന്ന് ആരും പുറത്തു പോയില്ല കേട്ടോ. പിന്നെ വരുന്ന ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 മിനിറ്റ് ടൈം കൊടുക്കും. അലാറം ഉണ്ടാവും, വെച്ചിട്ടുണ്ടാവും. ആ അലാറമൊക്കെ എടുത്തൊന്ന് അടിച്ചു പൊട്ടിക്കുക. ഇതാണ് എല്ലാം നശിപ്പിച്ച് കളയുക, മൃഗങ്ങളെ പോലെ എല്ലാം അടിച്ച് പൊട്ടിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഞാൻ ഇത്ര ദിവസം കണ്ടതിൽ ഈ ടാസ്ക് അങ്ങനെയാണ് കൂടുതൽ കേട്ടോ. അടുത്ത ടാസ്ക്കാണ് കേട്ടോ, ഒരു മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് മത്സരിക്കുക. അതായത് ലയൻ്റെ അടുത്തൊരു റൂമിൽ ഓരോ മത്സരാർത്ഥികളായിട്ട് വന്നിരിക്കും, ഒരാൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾ മത്സരിക്കുക. കഴിഞ്ഞപ്പോൾ കൺഫെഷൻ റൂമിൽ ഇങ്ങനെ ഓരോരുത്തർ വിളിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഓരോ കമ്പിയിലൂടെ ഇങ്ങനെ ഓരോ ഇതിങ്ങനെ മാറ്റിയൊക്കെ പോകുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അതിലൂടെ ഇങ്ങനെ ഒരു കമ്പിയിലൂടെ ഇങ്ങനെ മുട്ടിക്കാതെ ഇങ്ങനെ അഥവാ അത് ഇങ്ങനെ മുട്ടുകയാണെങ്കിൽ, ഇത് കണ്ട ഈ സംഭവം ഇങ്ങനെ മുട്ടുകയാണെങ്കിൽ അത് അവിടെ കെട്ടിയിരിക്കുന്ന ഇവരുണ്ട് ഓരോ മത്സരാർത്ഥി, അവർക്ക് ഷോക്ക് അടിക്കുന്നേ, അവരിങ്ങനെ വിറയ്ക്കും. അതായത് ഒരാൾ കളിക്കുന്നത് കറക്റ്റ് അല്ലെങ്കിൽ ശിക്ഷ കിട്ടുന്നത് വേറെ ആൾക്ക്. അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു 2.5 ലക്ഷത്തോളം രൂപ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ആർക്കാണ് കിട്ടുന്നത്, അതിപ്പോൾ അടുത്ത ദിവസത്തെ എമൗണ്ട് എത്ര രൂപയാണ് ഈ പ്രേക്ഷകരിൽ നിന്നും ആർക്കാണ് ആ പൈസ കിട്ടിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ട് വൈകുന്നേരം അതിനെക്കുറിച്ച് പറയാം കേട്ടോ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. കിടിലൻ ഗെയിമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകൻ്റെ കയ്യിലേക്കാണ് ഈ ഒരു ഫണ്ട് കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഒരു റൂൾസും ഇല്ല. നമ്മുടെ ബിഗ് ബോസ് പോലെ തന്നെയാണേ, എല്ലാവരും കൂടെ ഇവിടുന്ന് കളിക്കുന്നു, രസിക്കുന്നു, നല്ല രസമാണ്. ഇത് ഇങ്ങനെയുള്ളൊരു ഷോ നമ്മുടെ മലയാളത്തിൽ വന്നാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ കുത്തിയിരുന്ന് കാണൂലേ, നിങ്ങൾ അതിന് വോട്ട് ചെയ്യൂലേ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ചെയ്യില്ല പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മുടെ മലയാളത്തിൽ വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ഷോയെക്കുറിച്ച് അറിഞ്ഞിരിക്കണ്ടേ? നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഷോ എന്താണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്ന ആളെ മലയാളത്തിൽ വരുമ്പോൾ നമ്മൾ കിടിലോട്ട് മത്സരിച്ച് പൈസ മേടിക്കണം. ഇപ്പോൾ ഒരാൾക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ട് വന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോ. ഇന്നലെ വീഡിയോ ആയിട്ട് വന്നില്ല, ഫുൾ ടൈം ഈ കുത്തിരുന്ന് ഇത് കാണുക. അതിനോട് കുറേ പേര് പറഞ്ഞു ഈ ഷോ ഉണ്ടെന്ന്. പിന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ഫെമിലിയർ, നമ്മുടെ അവിടെയുള്ള ഓരോ മത്സരാർത്ഥികളുടെ ഫേസ് നമുക്കറിയില്ല, അറിയാത്ത ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കാണാനുള്ള കുറച്ച് ഇൻട്രസ്റ്റ് കുറവുണ്ടായിരുന്നു. പിന്നെ ഞാൻ പക്ഷേ ആദ്യത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ഓക്കെ കുഴപ്പമില്ല. 2ാമത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. 3ാമത് 4ാമത്തെ എപ്പിസോഡൊക്കെ ആയപ്പോണ്ടല്ലോ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. കൊള്ളാലോ. അപ്പോൾ ശരി, നാളെ മലയാളത്തിൽ വരുമ്പോൾ നമുക്ക് ചെയ്യാലോ എന്ന് എഴുതിയിട്ടാട്ടോ. കാണാൻ താല്പര്യമുള്ളവർ ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയി കാണാം. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് കേട്ടോ അതുള്ളത്. ദി 50 എന്നാണ് ഷോയുടെ പേര്. നോ റൂൾസ്. പിന്നെ ആർക്കാണ് പൈസ കിട്ടുക? എന്തായാലും 2.5 ലക്ഷത്തോളം ഒരാൾക്ക് കിട്ടും തോന്നുന്നു. അതെന്താണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഇത് കണ്ടാലേ ഞാൻ അറിയത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ കണ്ടിട്ട് പറയാം. അങ്ങനെ കണ്ടിരിക്കണം, 5 മണിക്കൂർ അങ്ങനെ സ്പെൻഡായി. അപ്പോൾ ഇനി ബാക്കി ഇന്ന് കണ്ടിട്ട് അതിൻ്റെ അപ്ഡേഷനായിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെയൊക്കെ എല്ലാവർക്കും